ഇത് തന്നെയാണ് ഇസ്ലാമിനെ വിമർശിക്കാനുള്ള കാരണം. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, കാണിച്ചല്ലേ, ഇത് തന്നെയാണ് ഇസ്ലാമിനെ വിമർശിക്കാനുള്ള കാരണം. ഇസ്ലാം ഇതേപോലെ ഈ പേപ്പട്ടി മതമാണ്. പേപ്പട്ടി പിടിച്ച കുറെ ആളുകളെ ഉണ്ടാക്കും. ഞാൻ കേട്ടതൊക്കെ ശരിയാണ് പിള്ളേച്ച. അതെ, ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും പാർക്കിലിരുന്ന് പൊട്ടിത്തെറിച്ച് അവിടെ ആളുകൾ കൊല്ലപ്പെടുമ്പോ അതിനെ തടയൽ നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കുന്നത്. നിങ്ങളെ ഞാൻ പണ്ട് പേപ്പട്ടിയായിരുന്നു, ഒരു സംശയമില്ല. അതെ, ഇപ്പൊ നീ പേപ്പട്ടിയാണ്, ഞാൻ പേപ്പട്ടിയല്ല, ഞാൻ എക്സ് പേപ്പട്ടിയാണ്. അതെ, എക്സ് പേപ്പട്ടിയാണ്. ഒരു മുസ്ലിമും ഒരു മുസ്ലിം അല്ലാത്ത ആളും ഒരുമിച്ച് വന്ന് നിങ്ങളെ മുന്നേ വന്നിട്ട് 100 രൂപ ചോദിച്ചാൽ നിങ്ങൾ ആർക്കാണ് സദക്ക കൊടുക്കുക? ആദ്യം നമ്മൾ ആരാ അവകാശപ്പെട്ട അവർക്ക് കൊടുക്കും. അതാരാണ് അവകാശപ്പെട്ട ആള്? ആരാ നമ്മൾ അന്നേരം നോക്കൂ, നോക്കിയിട്ട് പറയും. ഒരു മുസ്ലിമും ഉണ്ട്, ഒരു അമുസ്ലിമും ഉണ്ട്. നിങ്ങൾ ആർക്ക് സക്കാത്ത് കൊടുക്കണം ആദ്യം? അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞേ. രണ്ടുപേർക്കും തുല്യമായിട്ട് ഉണ്ടയാണ്. കോയ ഏത് ലോകത്താ ജീവിക്കണേ? നമ്മൾ ഈ പണി തുടങ്ങിയിട്ട് കുറെ ആയി കോയ. കോയയുടെ ഈ പുതിയ ബാച്ചാണ്, അതിന്റെ ഒരു ആവേശമാണ്. അത് നമ്മൾ പുതിയ അഡ്മിറ്റ് ആണല്ലേ? ഞങ്ങളൊക്കെ കുറച്ചാളായിട്ട് ഇവിടുത്തുകാരാ. പേരായിട്ട് നായി. ആയിക്കോട്ടെ, നിങ്ങൾ വിളിച്ചോ, എന്താ കുഴപ്പം? നല്ല പേരല്ലേ? പിന്നെ നിങ്ങളുടെ മൂത്ത നായി ഉണ്ടല്ലോ അവിടെ, മുഹമ്മദ് നായി, സല്ലല്ലാഹു അലൈഹി വസല്ലം നായി. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാക്കി കഴിഞ്ഞാ? വിളിച്ച ആവേശം ഒന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ. എന്ത് പറ്റി? ക്ഷീണമായല്ലോ. ക്ഷീണമായല്ലോ. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ.